ഹായ് ഗായ്സ്, ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഇന്നൊരു സുലൈമാനി ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, നമ്മൾ ഈ ബിരിയാണിയും നോൺ വെജ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു സുലൈമാനി ചായയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ഞാനൊരു സോസ്പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ചായയുടെ അളവാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലോട്ട് ഞാൻ 2 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഈ വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ തിളയ്ക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി, ആദ്യം ഹൈ ഫ്ലെയിമിൽ കിടക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് തിളക്കട്ടെ. അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് ഞാൻ 2 ഏലക്കായും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1 മിനിറ്റ് ഈ വെള്ളത്തിൽ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തേയില ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ തേയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 3 മിനിറ്റ് നല്ലതുപോലെ നമുക്ക് തിളപ്പിക്കാം. ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് ഇതൊരു ഗ്ലാസ്സിലോട്ട് അരിച്ചെടുക്കാം. കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുടിച്ചൊന്ന് നോക്കാം. കുടിച്ചിട്ട് അടിപൊളിയാണ്. ലൈക്ക് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്നത്.